എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ പബ്ലിക് റിലേഷൻ PR എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പബ്ലിക് റിലേഷൻ നിങ്ങൾ ഇതിനു മുൻപ് ഒരുപാട് തവണ കേട്ടിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹസ്രത്തിലെ ഒരു പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ UP ഗവൺമെൻറ്റിനെ സേഫാക്കാൻ വേണ്ടി വന്ന യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് നിയോഗിച്ച ഒരു PR ഏജൻസി, ആ ഏജൻസിക്ക് 1.5 കോടി രൂപ കൊടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ PR ക്യാമ്പയിൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. PRൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അല്ലെങ്കിൽ PR കൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള ഇടപെടലാണ്. എവിടെയാണോ ഒരു മാധ്യമത്തിന് ഒരു സമൂഹത്തിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടത്, ആ അർഹിക്കുന്ന പ്രാധാന്യം അവർക്ക് നേടിക്കൊടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് PR ഏജൻസിയുടെ ഉത്തരവാദിത്വം. പബ്ലിക്കുമായിട്ടൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയറല്ല. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് വേണ്ട ഒരു ജോലിയാണ്. എന്തുകൊണ്ടാണ് ഇതിൽ ഇത്ര ഹാർഡ് വർക്ക് വേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രധാന കാരണം നമ്മൾ ഇടപെടുന്നത് പബ്ലിക്കുമായിട്ടാണ്. അപ്പോൾ ആ പബ്ലിക്കിനെ നമ്മുടെ കൂടെ നിർത്താനായിട്ട് നമുക്ക് പറ്റണം. നമ്മൾ ചിന്തിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ PR വർക്ക് അത്രയും പവർഫുള്ളായിരിക്കും. ജനങ്ങളുടെ ഉള്ളിൽ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ സ്കൂളുകൾക്ക്, കോളേജുകൾക്ക്, മറ്റ് സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് വാണിജ്യ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും PR ഏജൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PR വർക്ക് ചെയ്യാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ അവർ പബ്ലിക്കിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. പബ്ലിക് ഇല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനും നിലനിൽപ്പില്ല. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രാധാന്യം? അത് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പബ്ലിക് റിലേഷൻ, കോമൺലി കോൾഡ് PR, is an activity aimed at increasing communication and understanding between an organization and its public. വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ് ഇത്. ആരുടെയും ഡെഫിനേഷൻ അല്ല. പബ്ലിക് റിലേഷൻ എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരവാണ്. പബ്ലിക് റിലേഷൻ, കോമൺലി കോൾഡ് PR, is an activity aimed at increasing communication and understanding between an organization and its public. ജനങ്ങളും ഒരു സംഘടനയും തമ്മിൽ മനസ്സിലാക്കലിന് വേണ്ടി, ഒപ്പം ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും PR എന്ന് തന്നെയാണ് വിളിക്കപ്പെടുക. പബ്ലിക് റിലേഷൻ എന്നാണ് വിളിക്കപ്പെടുക. എൻ്റെ സ്ഥാപനത്തിൻ്റെ മുഖം രക്ഷിക്കാൻ, എൻ്റെ സ്ഥാപനത്തിന് ജനങ്ങൾക്കിടയിൽ ഒരു ഗുഡ് വിൽ ഉണ്ടാക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അത് PRൻ്റെ കാറ്റഗറിയുടെ കീഴിലാണ് വരിക. പബ്ലിക് റിലേഷൻ ആസ് അണ്ടർസ്റ്റുഡ് ടുഡേ ഈസ് എ 20th century phenomenon whose roots extended deep into history. In successive civilizations such as those of Babylonia, Greece and Rome, people were persuaded to accept the authority of the government and religion through techniques that are still used today. Interpersonal communication, speech, art, literature, staged events, publicity and other activities. These techniques continue more powerfully even today. അപ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള ബാബിലോണിയൻ സംസ്കാരത്തിലായാലും ഗ്രീസ്, റോം, ഇങ്ങനെയുള്ള ആളുകൾ തുടങ്ങിയിട്ടുള്ള സംസ്കാരങ്ങളിലൊക്കെ തന്നെ ജനങ്ങളെ ഭരണത്തിൻ്റെ കൂടെ നിർത്താൻ,
ആരാണോ ഭരിക്കുന്ന അതോറിറ്റി അവരുടെ കൂടെ ജനങ്ങൾ നിൽക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യും? പല ടെക്നിക്സ് ഉപയോഗിച്ച് അവരെ സ്വന്തം മതത്തിൻ്റെ കൂടെ, സ്വന്തം ഭരണത്തിൻ്റെ കീഴിൽ, സ്വന്തം രാജ്യത്തിന് കീഴിൽ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് PR എന്ന് പറയുന്നത്. Interpersonal communication, speech, art, literature and staged events, publicity and other activities. These techniques continue more powerfully even today. അപ്പോൾ അതിനു വേണ്ടി ആ ഒരു സ്വാധീനം ജനങ്ങളിൽ നിലനിർത്തുന്നതിന് വേണ്ടി സ്റ്റേജ് ഇവൻറ്റ്സ്, സ്പീച്ചസ്, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, പല രീതിയിലുള്ള ആശയങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ ഇന്നത് വളരെ കൃത്യവും വ്യക്തവുമായി പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്നിതൊരു പാഠ്യവിഷയമായിട്ട് മാറാനുള്ള പ്രധാന കാരണം. PR in its present form began to take definite shape after the end of World War I in 1918. Rapid industrialization towards the late 19th century prompted large companies to create goodwill among the public for favorable business purposes. After the end of World War II in 1945, public relations spread to nearly every large commercial and non-profit organization in the US and the Western Europe. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് പബ്ലിക് റിലേഷൻ എന്നൊരു വിഭാഗത്തിൻ്റെ ആവശ്യകത ശരിക്കും ഉയർന്നു വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ടും ജനങ്ങളിൽ ഒരു ഗുഡ് വില്ല്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടി, വ്യവസായവൽക്കരണം കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ കുറച്ച് മാറ്റി നിർത്തേണ്ടി വരും. ചിലപ്പോൾ പുഴകൾ, ചിലപ്പോൾ പാടം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ജനങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അതിനനുകൂലമായിട്ടുള്ള രീതിയിൽ, എന്തിനനുകൂലമായിട്ട്? ഇൻഡസ്ട്രിയലൈസേഷന് അനുകൂലമായിട്ട് ജനങ്ങൾ നിൽക്കുന്നതിന് വേണ്ടി അവർക്കിടയിൽ, പബ്ലിക്കിനിടയിൽ ഒരു പോപ്പുലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതാണ് PR-ൻ്റെ യഥാർത്ഥ ഉദ്ദേശം. ആദ്യ കാലഘട്ടത്തിൽ US-ലാണ് ഇത് തുടങ്ങിയതെങ്കിലും പിന്നീട് ഇത് വെസ്റ്റേൺ യൂറോപ്പ് മുതൽ എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിക്കാനായിട്ട് തുടങ്ങി. PR organization range from local charities, celebrities to MNCs who employ press officers and they supply journalists with a stream of potential stories, comments and fillers. The growth and the expansion of mass communication have made public opinion more powerful than ever before. To get a clearer understanding of PR, let us examine some of the definition. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലോക്കൽ ബോഡീസിൽ നിന്നു തുടങ്ങി മൾട്ടിനാഷണൽ കമ്പനികൾ വരെ ഇന്ന് PR-ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് PR ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. കൊക്കക്കോള എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിക്ക് PR ഏജൻസി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ കാരണം? 2 പ്രശ്നങ്ങളാണ് അവർക്ക് മറികടക്കേണ്ടത്. ഒന്നാമത്തെ പ്രശ്നം, അവരുടെ പ്രോഡക്റ്റിൽ വിഷാംശമുണ്ട് എന്നുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു ചിന്താഗതി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പെപ്സി അങ്ങനെയല്ല, അല്ലെങ്കിൽ കൊക്കക്കോള അങ്ങനെയല്ല, അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ദോഷകരമായിട്ടൊന്നും സംഭവിക്കില്ല, ഇത് റിഫ്രഷ് ചെയ്യാണ്, നിങ്ങളെ എനർജി ക്രിയേറ്റ് ചെയ്യാണ് എന്നൊക്കെയുള്ളൊരു ബോധ്യം നമ്മളിലേക്ക് വരുത്തിക്കൊണ്ടുവരണം. രണ്ടാമത്തെ പ്രശ്നം, പാലക്കാട് പ്ലാച്ചിമട എന്ന് പറയുന്ന സ്ഥലത്ത് ശക്തമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഉണ്ടാവുകയാണ്. കാരണം പെപ്സി, കൊക്കക്കോള പോലത്തെ കമ്പനികൾ ലാർജ് സ്കെയിലിൽ ഭൂഗർഭജലം ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കിണറുകളിൽ വെള്ളമില്ലാത്ത സാഹചര്യം
ഉണ്ടാകുന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ കമ്മ്യൂണിറ്റി ആ കമ്പനിക്ക് എതിരായിട്ട് മാറും. അങ്ങനെ കേരളത്തിൽ മൊത്തം പെപ്സി കൊക്കക്കോള കമ്പനികൾക്ക് എതിരായിട്ടുള്ള സമരം നിലനിൽക്കുമ്പോൾ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ PR സ്ട്രോങ് ആക്കണം. അപ്പോൾ എന്തു ചെയ്യും? പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളിലൂടെ ഇവരുടെ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. കുറച്ചു കാലം മുൻപ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോയെന്ന് എനിക്കറിയില്ല, മാഗി ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിരോധിച്ചു. നെസ്ലയുടെ മാഗി എന്ന് പറയുന്ന എന്താ പറയാം, നൂഡിൽസിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ നിന്ന് നിർത്തലാക്കി, ഇന്ത്യയിൽ വിതരണം ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ഫുഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവരതിൻ്റെ ലൈസൻസ് കട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൽ ഒരെണ്ണം വിഷാംശമുള്ളതാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് ഒരു 2-3 മാസത്തെ ഗ്യാപ്പിനിടയിൽ മാഗി ശക്തമായിട്ട് തിരിച്ചു വന്നു. ഇന്നിപ്പോൾ എല്ലാ കടകളിലും അവൈലബിൾ ആണ് മാഗി. അതിനവർ പറഞ്ഞ കാരണം മാഗി അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തിയെന്നും കമ്പനി കൂടുതൽ ആരോഗ്യകരമായ രീതിയിലാണ് ഇപ്പം മാഗി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഇത് ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തണം, മനസ്സിലേക്ക് പതിയണം. കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു തോട്ട് കെടുക്കുന്നുണ്ട്. ഓ, വിഷാംശമുള്ള സാധനമാണെന്നാണല്ലോ ഗവൺമെൻറ് പറഞ്ഞത്, അതിൻ്റെ പേരിൽ നിരോധിച്ചതാണല്ലോ, പിന്നെ ഇതെങ്ങനെ വീണ്ടും കടന്നു വന്ന് ആ ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന തരത്തിൽ ഇവരുടെ പബ്ലിക് റിലേഷൻ കൂട്ടണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ ഒരു കമ്പനിക്ക് വളരെ മികച്ച റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ചില ഡെഫിനിഷൻസ് നോക്കാം. ചില കമ്പനികൾ, ചില ആളുകൾ പബ്ലിക് റിലേഷൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. അവരുടെ ഡെഫിനിഷൻ കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പബ്ലിക് റിലേഷൻ ഇൻവോൾവ്സ് ഇൻഫർമേഷൻ, ആക്ടിവിറ്റീസ് ആൻഡ് പോളിസീസ് ബൈ വിച്ച് കോർപ്പറേഷൻസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് seek to create attitude favorable to themselves and their work and to counter adverse attitudes. ഒരു കമ്പനിയോ ഒരു ഓർഗനൈസേഷനോ അവർക്ക് അനുകൂലമായിട്ടുള്ള തരംഗം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുകയും അവർക്കെതിരായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും ചെയ്താൽ അതിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം വേറെ പറയാം. ഇപ്പോൾ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളിലൊന്നാണ് റിലയൻസ്. റിലയൻസ് ഉൾപ്പെടെ ഇന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, റിലയൻസ് എന്ന് പറയുന്ന ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്നത് അദാനിയെയും അംബാനിയെയും പോലെയുള്ള ശതകോടീശ്വരന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ റീസെൻ്റായിട്ട് നടന്ന അഹമ്മദാബാദിലെ മൊട്ടേറയിലുള്ള സ്റ്റേഡിയത്തെക്കുറിച്ച് കേട്ടാൽ തന്നെ നമുക്കതിൻ്റെ കാരണങ്ങൾ മനസ്സിലാവും. ഓരോ സ്റ്റേഡിയത്തിനും 2 എൻഡുകളാണ് ഉണ്ടായിരിക്കുക. ബോളിംഗ് എൻഡ്, ബാറ്റിംഗ് എൻഡ് മാറി മാറിക്കൊണ്ടിരിക്കും. അത് ഓരോ എൻഡിനും ഓരോ പേര് കൊടുക്കും. സാധാരണഗതിയിൽ ഓരോ കളിക്കാരനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ആ കളിക്കാരൻ്റെ ബഹുമാനാർത്ഥമാണ് ഒരെൻഡ് അനുവദിച്ചു കൊടുക്കാറുള്ളത്. പക്ഷേ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൻ്റെ 2 എൻഡുകൾ നോക്കിയാൽ കാണാം, ഒരെൻഡിൻ്റെ പേര് അദാനി എൻഡെന്നും മറ്റേ എൻഡിൻ്റെ പേര് റിലയൻസ് എൻഡെന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാരണം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായത് അദാനിയും റിലയൻസും പോലെയുള്ള കമ്പനികൾ ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ അല്ല,
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഏറ്റവും കൂടുതൽ കാണികളെ കൊള്ളുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന ഖ്യാതി നേടി അഹമ്മദാബാദിലെ മൊട്ടേറയിലെ ശ്രീ നരേന്ദ്രമോദി സ്റ്റേഡിയം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാളുടെ ബഹുമാനാർത്ഥം അയാളുടെ മരണത്തിന് ശേഷമാണ് പലരുടെയും പേരിൽ ഇവിടെ സ്റ്റേഡിയങ്ങൾ ആരംഭിക്കാറ്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിൽ സ്റ്റേഡിയം, അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ റിലയൻസൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വളരെ വലിയ ലാഭം ഉണ്ടാക്കുന്നു എന്നറിഞ്ഞിട്ടും നമ്മൾ റിലയൻസ് പോലെയുള്ള കമ്പനികളോട് ഒരു താല്പര്യം കാണിക്കും. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? റിലയൻസ് ഇന്ത്യയിലെ സ്കൂളുകളിൽ ഫുട്ബോൾ അക്കാഡമികൾ ആരംഭിക്കും. എന്നിട്ട് നമ്മളുടെ കുട്ടികൾ ഫുട്ബോളിലൂടെ വളരട്ടെ എന്നൊരു ടാഗ് ലൈനും കൊടുത്ത് അത് ജനങ്ങളുടെ ഉള്ളിൽ കുറേ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. അവിടെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് കമ്പനിയുടെ ഗുഡ് വില്ല് മാത്രമാണ്. റിലയൻസ് എന്ന കമ്പനി ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലാതെ റിലയൻസിൻ്റെ ഒരു ഉൽപ്പന്നത്തിൻ്റെ പരസ്യമല്ല അവർ കാണിക്കുന്നത്. റിലയൻസിൻ്റെ ഒരു ഉൽപ്പന്നത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് മാത്രമായിരിക്കും. പക്ഷെ പി ആറിൽ അഡ്വർടൈസ്മെൻറ്റും പി ആറും വ്യത്യാസപ്പെട്ടിരിക്കുന്ന പ്രധാന ഘടകം ഇതാണ്. പി ആർ ഫോക്കസ് ചെയ്യുന്നത് എൻറ്റയർ കമ്മ്യൂണിറ്റിയുടെ, എൻറ്റയർ ഓർഗനൈസേഷൻ്റെ ഗുഡ് വില്ലിന് വേണ്ടിയിട്ടാണ്. അതേസമയം അഡ്വർടൈസ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്ട്സിൻ്റെ സെയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കമ്പനിക്ക് എതിരായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളെ കൗണ്ടർ ചെയ്യാനും ആ കമ്പനിക്കോ ആ ഓർഗനൈസേഷനോ അനുകൂലമായിട്ടുള്ളൊരു തരംഗം ക്രിയേറ്റ് ചെയ്തെടുക്കാനും രണ്ട് ഉദ്ദേശങ്ങളാണ് പി ആറിന് പ്രധാനമായിട്ടും ഉള്ളത് എന്നാണ് പറയുന്നത്. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് റിലേഷൻ IPR is the UK's leading professional body for public relation practitioners and was established in 1948. 1948 യു കെയിൽ ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന സംഘടന പി ആറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഡെഫിനിഷൻ ഫേംഡ് ബൈ ദ IPR in 1897 is still useful. Public relation is the planned and sustained effort to establish and maintain goodwill and understanding between an organization and its public. അല്പം കൂടി വലുതാക്കി വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. പബ്ലിക് റിലേഷൻ ഈസ് ദി പ്ലാൻഡ് ആൻഡ് സസ്റ്റൈൻ. ആസൂത്രണം ഉണ്ടായിരിക്കണം, നിലനിൽക്കുന്നതായിരിക്കണം. എന്തിനു വേണ്ടി? എഫേർട്ട് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ. ഉണ്ടാക്കിയെടുത്താൽ പോരാ, നിലനിർത്താൻ പറ്റണം. മെയിൻറ്റെയിൻ ഗുഡ് വിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു നല്ല പേരും ഉണ്ടാക്കണം, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്ത് മനസ്സിലാക്കാൻ പറ്റണം? ജനങ്ങൾക്കും ഈ ഓർഗനൈസേഷനും ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് പറ്റണം. Between an organization and its public. There are several keywords worth noting here. Planned and sustained. ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ അത് നിർത്തി ഫോക്കസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പ്ലാൻഡ് ആൻഡ് സസ്റ്റൈൻഡ്, ആസൂത്രിതവും നിലനിൽക്കുന്നതുമായ. സജസ്റ്റ് ദീസ് റിലേഷൻഷിപ്പ് ആർ നോട്ട് ഓട്ടോമാറ്റിക് ഓർ എഫേർട്ട്ലെസ്. ഇൻഡീഡ് they have to be established and maintained. The aim of PR is not popularity or approval but goodwill and understanding. ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അഡ്വർടൈസ്മെൻറ്റ് പോലെ ഒരു പോപ്പുലാരിറ്റി ക്രിയേറ്റ് ചെയ്യലല്ല പി ആറിൻ്റെ ഉദ്ദേശം. പി ആറിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കലും ഒരു കമ്പനിക്ക് നല്ല പേര് കൊടുക്കലുമാണ്. ഗുഡ്വിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കമ്പനിയെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങളുടെ വികാരത്തെ കമ്പനി മനസ്സിലാക്കണം. അതിനാണ് പി ആർ ഏജൻസികളെ കൊണ്ട് പി ആർ വർക്ക് ചെയ്യിക്കുന്നത് എന്നാണ് കണക്കാക്കുന്നത്. ഇത് IPR എന്ന് പറയുന്ന UK ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡെഫിനിഷനാണ്. കമ്പനിയല്ല, ഓർഗനൈസേഷൻ. ദ ഡെഫിനിഷൻ ഓൾസോ റൈസ് വേർഡ് പബ്ലിക്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് however to stress that the public relation is not about dealing with the public as people often think.
In PR, we say there is no such thing as the public. There are instead many different groups of people, not just consumers, but suppliers, employees, trustees, members, local and national trade and political bodies, local residents, among many others. പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ മാത്രം അതിനെ വിലയിരുത്താനായിട്ട് പാടില്ല. പബ്ലിക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും, സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും, എംപ്ലോയീസ് ഉണ്ടായിരിക്കും, ട്രസ്റ്റുമാരുണ്ടായിരിക്കും, മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ആ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് പബ്ലിക് എന്ന ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സ്കോട്ട് എം കട്ട്ലിപ്പ് ആൻഡ് അലൻ എച്ച് സെൻഡർ ഡിഫൈൻ PR as the management function that identifies, establish and maintain a mutually beneficial relationship between an organization and its public on whom its success or failure depends. ഒരു കമ്പനിയുടെ വിജയപരാജയങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷനും അതിൻ്റെ പബ്ലിക്കും തമ്മിൽ നിലനിൽക്കുന്ന, ഉണ്ടാക്കിയെടുക്കുന്ന, നിലനിർത്തേണ്ട മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് PR എന്ന് പറയുന്നത്. ഇത് സ്കോട്ട് എം കട്ട്ലിപ്പും അലൻ എച്ച് സെൻഡറും ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഡെഫിനീഷൻ എപ്പോഴും IPR കൊടുത്തിരിക്കുന്നതായിരിക്കണം. അതാണ് ഇതിലെ ഏറ്റവും നല്ല ഡെഫിനിഷൻ. പബ്ലിക് റിലേഷൻ ക്യാൻ ബി ഓൾസോ ഡിഫൈൻഡ് ആസ് ദി മാനേജ്മെൻറ്റ് ഓഫ് എ two-way communication process between an organization and its public to promote the corporate mission, service, product and reputation. മറ്റൊരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ദ മാനേജ്മെൻറ്റ് ഓഫ് എ two-way communication process between an organization and its public. two-way communication, ഇങ്ങോട്ടും പോകണം, ഇങ്ങോട്ടും പോകണം. ഓർഗനൈസേഷനിൽ നിന്ന് പബ്ലിക്കിലേക്കും, പബ്ലിക്കിൽ നിന്ന് ഓർഗനൈസേഷനിലേക്കും. ടു പ്രൊമോട്ട് കോർപ്പറേറ്റ് മിഷൻ, സർവീസ്, പ്രോഡക്റ്റ്, റെപ്യൂട്ടേഷൻ. കോർപ്പറേറ്റിൻ്റെ മിഷൻ, അവരുടെ ലക്ഷ്യം എന്താണെന്നും, സർവീസുകൾ, അവരുടെ പ്രവർത്തന മേഖല ഏതാണെന്നും, അവരുടെ പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്നും, അവരുടെ റെപ്യൂട്ടേഷൻ, അവരുടെ ഒരു നല്ല പേര് നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള പബ്ലിക് റിലേഷൻ ഏജൻസികൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻ അതർ വേർഡ്സ്, പബ്ലിക് റിലേഷൻ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പെർസ്യുവേഷൻ process to engineer public support for one's business, a cause or institution. In managing public relation, James E. Gurning and Todd Hunt states, public relation is the management of communication between organization and its public. വളരെ ഈസി ആയിട്ടുള്ള ഡെഫിനേഷൻ. പബ്ലിക് റിലേഷൻ ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പബ്ലിക്. പബ്ലിക്കും ഓർഗനൈസേഷനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യലാണ് പബ്ലിക് റിലേഷൻ. PR is concerned with creating goodwill, understanding and building up a favorable climate in which an organization was function well. PR creates a situation whereby the public is well disposed to a company and its products. The success of a government or company or corporate is 90% good work and 10% publicity. Reversing this proportion will be fatal. ശരിക്കും ഒരു കമ്പനിയുടെ, ഒരു ഗവൺമെൻറ്റിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് 90% അവരുടെ ഹാർഡ് വർക്കും 10% അവരുടെ പബ്ലിസിറ്റിയിലൂടെ ആയിരിക്കണം. അതേസമയം 90% പബ്ലിസിറ്റിയും 10% മാത്രം ഗുഡ് വർക്കുമായാൽ അതിനർത്ഥം അത് വലിയ ദുരന്തത്തിന് കാരണമായി തീരും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് പബ്ലിക് റിലേഷൻ ആരംഭിക്കുന്നത്, എന്താണ് പബ്ലിക് റിലേഷൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. മോഡേൺ പബ്ലിക് റിലേഷൻസ് largely involved in the US with the expansion of business and commerce. James Grunick and Todd Hunt
suggested a useful way of looking at PR history by using 4 categories of communication, relationship with publics, placed in a historical context. ഇപ്പോൾ 4 രീതിയിലാണ് പബ്ലിക് റിലേഷൻ്റെ ഹിസ്റ്ററി നമുക്ക് പറയാനായിട്ട് പറ്റുക. വെരി ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഭാഗം. സാധാരണഗതിയിൽ പി ആറിൻ്റെ ഹിസ്റ്ററി അങ്ങനെ പരീക്ഷയ്ക്കൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 മാർക്കിനായിട്ട് ഈ 4 ഹെഡിങ് ചോദിച്ചാലെങ്കിലും നമുക്ക് എഴുതാനായിട്ട് പറ്റണം. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് വിട്ടുകളയാതെ എടുക്കുന്നത്. നമുക്കൊന്നും വിട്ടുകളയാനില്ല, എല്ലാം പാഠ്യ വിഷയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ 4 കാറ്റഗറിയാണ്. നിങ്ങൾ വലിയൊരു സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് ലൈറ്റാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രസ് ഏജൻട്രി പബ്ലിസിറ്റി മോഡൽ. പ്രസ് ഏജൻട്രി അഥവാ പബ്ലിസിറ്റി മോഡൽ, അതാണ് ആദ്യത്തെ ഒരു വിഭാഗം. ദിസ് ഈസ് പ്രോബബ്ലി ദ കൈൻഡ് ഓഫ് ആക്ടിവിറ്റി that most people associate with public relations. Initially, there were press agents or publicity bureaus which were the producers of modern PR agency. ആദ്യ കാലഘട്ടത്തിലൊക്കെ പബ്ലിസിറ്റി ബ്യൂറോകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പി ആറിൻ്റെ മുൻഗാമികൾ എന്ന് വിളിക്കാവുന്നവരാണ് ഈ പറയുന്ന പബ്ലിസിറ്റി ബ്യൂറോസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്നത് പി ആറിൻ്റെ ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് കണക്കാക്കപ്പെടുന്നവരാണ് ഈ പറയുന്ന പബ്ലിസിറ്റി ബ്യൂറോസ്. എ പ്രസ് ഏജൻറ്റ് ഓർ പബ്ലിസിസ്റ്റ് എയിം ടു സെക്യൂർ കവറേജ് ഫോർ എ ക്ലൈൻറ്റ് ആൻഡ് ട്രൂത്ത് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് റിക്വയർമെൻറ്റ്. ഞാനൊരു കമ്പനിയുടെ പബ്ലിസിറ്റി ഏജൻ്റ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ആ കമ്പനിക്ക് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക. അതിൽ സത്യമുണ്ടോ നുണയുണ്ടോ നല്ലതാണോ ചീത്തയാണോ ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അതായത് എത്തിക്സ് ഇല്ല എന്നർത്ഥം. എത്തിക്സിനെ ബേസ് ചെയ്യാതെ പ്യുവർലി ഫോക്കസിങ് ഓൺ പ്രോഫിറ്റ് മേക്കിംഗ്, അതാണ് ആദ്യകാലത്തെ പി ആർ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് പി ആർ ഈസ് മോസ്റ്റ് കോമൺ ഇൻ ഷോ ബിസിനസ്, celebrity PR, where individuals are promoted through media coverage. സാധാരണഗതിയിൽ ഇത്തരം പി ആർ കാണുക, ഒന്ന് ബിസിനസ്സിലാണ്, 2 സെലിബ്രിറ്റി പി ആറിലാണ്. സെലിബ്രിറ്റി പി ആർ എന്താ? ഞാനൊരു നോട്ടബിൾ പേഴ്സൺ ആണെങ്കിൽ എനിക്ക് ജനങ്ങളോട് സംവദിക്കാനായിട്ട്, ഇപ്പോൾ ഏറ്റവും വിവാദപരമായിട്ട് കേട്ടിരുന്നൊരു കാര്യമാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഭയങ്കര അഹങ്കാരിയാണ്, മുൻകോപിയാണ് എന്നൊക്കെയുള്ളൊരു ധാരണ. പക്ഷേ കഴിഞ്ഞ കുറേ ഇൻ്റർവ്യൂകളായിട്ട് കഴിഞ്ഞ കുറേ വർഷത്തെ പൃഥ്വിരാജിൻ്റെ കരിയർ എടുത്ത് നോക്കിയാൽ കാണാം അദ്ദേഹം ഇത്രയും കൂടി സിമ്പിളായിക്കൊണ്ടിരിക്കുകയാണ്, സിംപ്ലിസിറ്റിയിലേക്ക് ഇറങ്ങി വരികയാണ്. സിനിമകളിൽ തന്നെ ആൾ പലപ്പോഴും പറയും, അമർ അക്ബർ അന്തോണിയിലാണ്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചേച്ചി എനിക്ക് ഇംഗ്ലീഷിലൊരു വാക്ക് പോലും അറിഞ്ഞുകൂടാ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് മലയാളം പറയുന്നതൊക്കെ വെറുതെ പറയണതാണെന്നൊക്കെ പറഞ്ഞിട്ട് പല തവണ പൃഥ്വിരാജ് സിമ്പിളാവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പി ആറിൻ്റെ ഭാഗമാണ്, പബ്ലിക് റിലേഷൻ്റെ ഭാഗമാണ്. അപ്പം സ്വന്തം പേര് ഉയർത്തി കാണിക്കണമെന്ന് കരുതുന്നവരൊക്കെയും. മറ്റൊരു ഉദാഹരണം പറയാം, പിണറായി വിജയൻ ഭയങ്കര കർക്കശക്കാരനാണ്, ഒട്ടും ദയ കരുണ എന്നുള്ള അനുഭാവങ്ങളൊന്നും കാണിക്കാത്ത വ്യക്തിയാണ് എന്നൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേസമയം ഉമ്മൻചാണ്ടി കരയുന്നവരുടെ കണ്ണീരൊപ്പുന്നവൻ, കരുണാമയൻ, കാരുണ്യവാൻ എന്നൊരു ഇമേജ് അദ്ദേഹത്തിനുമുണ്ട്. പക്ഷേ ഈ ഒരു 5 വർഷത്തെ ഭരണം കൊണ്ട് കേരളം കണ്ടതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലും ഒരു നല്ല മനുഷ്യനുണ്ട്. കരയുന്നവരുടെ സങ്കടം കേൾക്കാൻ തയ്യാറാകുന്നൊരു മനസ്സുണ്ട്. ഇത് കേരള ഗവൺമെൻറ്റിന് വേണ്ടി പി ആർ വർക്ക് നടത്തുന്ന കമ്പനിയുടെ പണിയാണ്. ആ മുഖ്യമന്ത്രി കരയുന്നൊരു അമ്മൂമ്മയുടെ കണ്ണീരൊപ്പുന്നു, ഏതെങ്കിലും ഒരു വിധവയെ ആശ്വസിപ്പിക്കുന്നു, അവരുടെ ഭർത്താവിൻ്റെ വിയോഗത്തിൽ അനുസ്മരണം നടത്തുന്നു.
ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കേണ്ടത് ആ PR ഏജൻസിയുടെ ഉത്തരവാദിത്വമാണ്. അവർ പൈസയ്ക്ക് വേണ്ടി അവരെന്ത് നുണ വേണമെങ്കിൽ പറയും. അതാണ് ആദ്യ കാലഘട്ടത്തിലെ PR എന്ന് പറയുന്നത്. Grinick and Hunt point out that practitioners in these organizations concern themselves most with getting attention in the media for their clients. The bureau's tacticians wrote essay favorable to their clients and crafted to look like news articles written by journalists. Although these practices were unethical, the early PR practitioners would do whatever it looks, even if that were shady or illegal, to take care of clients' need. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ആദ്യ കാലഘട്ടത്തിലൊക്കെ ക്ലയൻറ്റിന് എന്ത് വേണം, നമ്മളുടെ കസ്റ്റമർ എന്താഗ്രഹിക്കുന്നു. ഞാനൊരു PR ഏജൻ്റ് ആണെങ്കിൽ എന്നെ PR വർക്ക് നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനിയുടെ ലാഭത്തെക്കുറിച്ച് നേട്ടത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ച് കസ്റ്റമറൊക്കെ രണ്ടാമത്തെ ഘട്ടമാണ്, കമ്പനിയാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ഏത് രീതിയിലുള്ള മാർഗം വേണമെങ്കിലും സ്വീകരിക്കും. അവിടെ ഞാൻ നീതി നോക്കേണ്ട കാര്യമില്ല, ന്യായം നോക്കേണ്ട കാര്യമില്ല, സത്യം നോക്കേണ്ട കാര്യമില്ല. Their action ranged from bribing lawmakers to vote in ways that helped the company to paying freelance journalists to write articles favorable to them, to the firm. After a number of years, these unethical practices started backfiring. അപ്പോൾ കുറേ ആളുകളെ നമ്മളുടെ കമ്പനിയുടെ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിന് വേണ്ടി എഴുതാൻ തയ്യാറായിട്ടുള്ളൊരു വിഭാഗമാക്കി മാറ്റിയെടുക്കലായിരുന്നു അതുവരെ ചെയ്തിരുന്നു. പക്ഷെ ഇന്നത് തിരിച്ചടി നേരിടാൻ തുടങ്ങി. അതുകൊണ്ട് ഇത്രയും മോശമായിട്ടുള്ളൊരു PR പരിപാടി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അധികം നിലനിൽക്കുന്നില്ല. അപ്പം ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവാണ്. PR അല്പം കൂടി ചേഞ്ച് ആവുകയാണ്. പബ്ലിക് ഇൻഫർമേഷൻ മോഡൽ. This kind of communication provide information to people where accuracy is important and essential. It is also known as one-way model of PR. This model does not seek to persuade the audience or change attitudes. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിക് കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. അതുകൊണ്ട് തന്നെ കൃത്യതയും വ്യക്തതയും രണ്ടും നിർബന്ധമാണ്. കൃത്യമല്ലാത്ത ഒരു കാര്യങ്ങളും ഇവിടെ എഴുതി ചേർക്കാതിരിക്കുക. ഒപ്പം തന്നെ ഇതിന് വൺ വേ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് എ വെൽക്കം ചേഞ്ച് ഫ്രം exaggerated claims and unethical practices undertaken by PR agencies. Providing an accurate and honest account of events enable the PR profession to gain certain respect from the public. Levi Ledbetter Lee, one of leading the personalities in the history of PR, was advocate of this policy. ഇവിടെ പറയാണ്, ഇതാണ് ശരിക്കും വേണ്ട രീതി. ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം PR വർക്ക്, സത്യസന്ധമായിരിക്കണം. വെറുതെ ഇല്ലാത്തതും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കമ്പനിക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത്. സത്യസന്ധമായ വിവരണത്തിലൂടെ ജനങ്ങൾക്ക് അവരെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. IV ലെഡ്ബെറ്റർ ലീ എന്ന് പറയുന്ന PR പ്രാക്ടീഷണർ ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ മോഡലിൻ്റെ വക്താവായിരുന്നു. ഇനി മൂന്നാമത്തെ മോഡൽ, 2-way മോഡൽ ഓഫ് PR. നേരത്തെ പറഞ്ഞു 1-way മോഡലാണെന്ന്, ഇനി 2-way എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് മോഡൽ ഇൻട്രൊഡ്യൂസ് ദി ഐഡിയ ഓഫ് ഫീഡ്ബാക്ക് ഓർ 2-way കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് persuasive communication. It was developed by pioneers like
Edward L. Bernays, who came to prominence in the US Creel Committee, established to build support for the First World War. Bernays described the power of the wartime propaganda. Intellectual and emotional bombardment aroused Americans to a pitch of enthusiasm. The bombardment came at people from all sides: advertisements, news, volunteer speakers, posters, schools, theaters. The war aim and ideals were continuously projected to the eyes and ears of the populace. ഇവിടെ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് US ക്രീൽ കമ്മിറ്റിയിലെ മെമ്പറായിരുന്ന എഡ്വേർഡ് എൽ ബെർനേഴ്സ് മുന്നോട്ട് വെച്ച പുതിയൊരാശയമാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് ഒരു പബ്ലിസിറ്റി ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നും കൂടി അറിയാം. അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണം, ഇവിടെ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് വേൾഡ് വാർ ഒരു ആവശ്യകതയാണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബോംബിടേണ്ടി വരും, ചിലപ്പോൾ ഒരു ടോട്ടൽ കൊളാപ്സ് ഉണ്ടാവും, ചിലപ്പോൾ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും. ഇതൊക്കെ അമേരിക്കയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് എന്നുള്ള ബോധ്യം ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ജനങ്ങൾ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ടു വേ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് എഡ്വേർഡ് എൽ ബെർനേഴ്സ് പറയുന്നു. The first two-way model of public relation was championed by the practitioner named Edward Bernays beginning in the 1920s. This model of PR draws upon a social science to carefully shape the responses of audience to the client's view the world. The focus is on persuasive communication. This scientific pursuer business model is one reason PR historians call Bernays rather than Ivy Lee the father of public relation. ഇവിടെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ്, പെർസ്യൂഡ് ചെയ്യാണ്. എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നത്? അവരുടെ മറുപടികൾ കിട്ടും, ആ മറുപടികൾക്ക് കൂടി ഉത്തരം കൊടുത്തുകൊണ്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ ചിന്തിക്കാൻ അവരെ പ്രാപ്തരാക്കുക. അമേരിക്ക ചിന്തിക്കുകയാണ് ഫസ്റ്റ് വേൾഡ് വാർ ആവശ്യമാണ്, അമേരിക്കയുടെ നിലനിൽപ്പിന്, അമേരിക്കയുടെ ഉന്നമനത്തിന് ഇത് വേണ്ടതാണ് എന്നുള്ള തോന്നലുണ്ടായാൽ ആ തോന്നൽ ജനങ്ങൾക്ക് കിട്ടണം. അപ്പോൾ അവർ യുദ്ധത്തിൽ സപ്പോർട്ടീവാകും, അപ്പോൾ അവർ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും. ഇത് മനസ്സിലാക്കിയിട്ടാണ് എഡ്വേർഡ് ബെർനേഴ്സ്, അദ്ദേഹത്തിനെയാണ് ശരിക്കും PR വർക്കിൻ്റെ അല്ലെങ്കിൽ PRൻ്റെ പബ്ലിക് റിലേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കാരണം അദ്ദേഹമാണ് അങ്ങനെ സയൻറ്റിഫിക് പെർസ്വേഡിങ് എന്ന് പറയുന്ന പുതിയൊരാശയം കൊണ്ടുവന്നു. ആളുകളെ തൃപ്തിപ്പെടുത്തണം. എങ്ങനെ പെർസ്വേഡ് ചെയ്യണം? സയൻറ്റിഫിക് പെർസ്വേഷൻ. അവിടെ ഒരു സയൻസ് ഉണ്ടായിരിക്കണം, നമുക്കത് തെളിയിക്കാൻ പറ്റണം, പ്രൂവണായിരിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻ ഹിസ് വ്യൂ, other reasons are that Bernays wrote the first textbook on the subject and taught the first college course in public relation at New York University in 1923. ഇതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് വിളിക്കുന്നത്. പബ്ലിക് റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ പുസ്തകം എഴുതുകയും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് ഈ വിഷയം പഠിപ്പിക്കാൻ 1923 പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് എഡ്വേർഡ് എൽ ബെർനേഴ്സ്. In his view, the role of the professional PR counselors was to lead general or particular audience to see the truth from the client's perspective. PR practitioner could engineer the consent
of audience for their clients by learning to push the right psychological button. World War II gave yet another boost to public relations as a needed activity in the society. During this time of national crisis, the US government called upon PR practitioners to use as many techniques as necessary. Interpersonal and mass media, news and entertainment to explain the war and encourage citizens to do their part to help win it. ഇതാണ് രണ്ടാം വേൾഡ് വാർ വന്നപ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യണമെന്നുള്ളത് അമേരിക്കൻ ഗവൺമെൻറ്റിന് മാത്രം ആവശ്യമായി. ജനങ്ങൾക്കൊരു താല്പര്യമില്ല സെക്കൻഡ് വേൾഡ് വാറിനോട്. പക്ഷേ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. അപ്പോൾ ജനങ്ങളെ നമ്മൾക്ക് എന്താണോ വേണ്ടത് ആ ആശയത്തിലേക്ക് അവരെ കൊണ്ടെത്തിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഓഫ് PR എന്ന് പറയുന്നത്. The number of public relation practitioners continued to grow after the war as companies and governments increasingly realized the importance of getting and keeping public on their side. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞോടുകൂടി പബ്ലിക് റിലേഷൻ്റെ പ്രാധാന്യം കുത്തനെ ഉയരാൻ തുടങ്ങി. കാരണം ജനങ്ങൾക്കും പബ്ലിക്കിനും അതുപോലെ തന്നെ കമ്പനികൾക്കും ഗവൺമെൻറ്റിനും ഒരു കാര്യം മനസ്സിലായി, PR എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. ജനങ്ങളുടെ താങ്കളുടെ സൈഡിൽ നിർത്താനും തങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് അവരെ വിശ്വസിപ്പിക്കാനും PR-നെ സാധിക്കൂ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. ടു വേ സിമെട്രിക് മോഡൽ. During the 1960s, public relation practitioners felt forced to rethink their approach to their audience. The scientific model that used largely tried to manipulate the target audience. ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് കാരണമായി. കാരണം സയൻറ്റിഫിക് ആണെന്ന് പറയുമ്പോഴും അവിടെയും ചില മാനിപ്പുലേഷൻസ്, ഉപജാപങ്ങൾ, ഉണ്ടാക്കിയെടുക്കലുകൾ. എന്തിനു വേണ്ടി? തങ്ങളുടെ കമ്പനി നല്ലതാണ്, മികച്ചതാണ് എന്ന് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം PR പ്രാക്ടീഷണേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനായിട്ട് തുടങ്ങി. In the year that followed, many corporations afraid that consumer anger would lead to lost sale beefed up their customer relation programs. Some began an even more basic re-evaluation of their public relation strategy. Talk in the PR industry was of a more symmetrical two-way relationship with the public. In this approach, public relations research would be used not only to shape messages aimed at audience but also figure out how the organization would position itself to most please its target audience. എന്താ മാറ്റി ചിന്തിച്ചതെന്നറിയോ? ആദ്യം അവർ ചിന്തിച്ചത് സയൻറ്റിഫിക് വേയിലൂടെ ജനങ്ങളെ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള തരംഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ സിമെട്രിക് മോഡലിൽ അവർക്ക് മനസ്സിലായി, എപ്പോഴെങ്കിലും ജനങ്ങൾക്ക് ഇത് മനസ്സിലായാൽ, അവർ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അത് കമ്പനിയുടെ പ്രോഫിറ്റിനെ, കമ്പനിയുടെ സെയിൽസിനെ, കമ്പനിയുടെ ഗുഡ് വില്ലിനെ എല്ലാത്തിനെയും ബാധിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പം തന്നെ കൃത്യമായിട്ടത് ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരണം. എങ്ങനെ ഷെയ്പ്പ് ചെയ്യണം? ജനങ്ങളിലേക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനും ഇതിലൂടെ പറ്റണം. എങ്ങനെ സന്തോഷിപ്പിക്കും? നമ്മൾ പറയുന്നത് ശരിയാണ് എന്നുള്ള തോന്നൽ അവരിൽ തന്നെ ഉണ്ടായി വരണം. അത് സത്യസന്ധമാണെങ്കിൽ തന്നെ ഉണ്ടായി വരും. നമ്മൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതുണ്ടാവില്ല. അതാണ് ഇവിടെ വരുന്ന
പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ആണ് 2-വേ സിമെട്രിക് മോഡൽ എന്ന് പറയുന്നത്. അതിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കല്ല, തന്നെ ഉണ്ടായി വരാനായിട്ടുള്ള സാധ്യതകൾ അവർ കണ്ടെത്താൻ തുടങ്ങി. The new role of public relation practitioners in this view would be to serve as go-between, as mediator between client and the public. ഈ ഒരു പുതിയ മോഡൽ വന്നതോടുകൂടി എന്താ മാറ്റം ഉണ്ടായത്? പബ്ലിക് റിലേഷൻ പ്രാക്ടീഷണർക്ക് പബ്ലിക്കിൻ്റെയും ക്ലയൻറ്റിൻ്റെയും ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്ററുടെ റോളായി. അല്ലാതെ ക്ലയൻറ്റിന് വേണ്ടി എന്തും പറയുന്ന, എങ്ങനെയും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഏകപക്ഷീയമായ സ്ഥാനത്ത് നിന്ന് മാറി രണ്ട് പേരുടെയും ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന രണ്ടു പേർക്കും ഇടയിലുള്ള ലിങ്കായിട്ട് മാറാൻ PR പ്രാക്ടീഷണർ തയ്യാറായി. അതാണ് ഇപ്പോഴത്തെ PR-ൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പബ്ലിക്കിനെയും കമ്പനിയെയും അല്ലെങ്കിൽ ഓർഗനൈസേഷനെ, ഗവൺമെൻറ്റിനെ, ആരാണോ PR-ൻ്റെ ക്ലയൻറ്റ് അവരെയും പബ്ലിക്കിനെയും ഒന്നിച്ച് ഗോ ടുഗെദർ ഒരുമിച്ച് കൊണ്ടുപോവാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് PR-ൻ്റെ ഉദ്ദേശം. ഇനി എന്താണ് റോള്, എന്താണ് ഫങ്ഷൻ ഓഫ് PR എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.